ഹേ ഗൈസ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CNC എക്സാമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പം കുറേ പേര് പറഞ്ഞു ബീറ്റ വെർഷൻ ഇറക്കാമെന്ന്. കാര്യം വേറെ ഒന്നുമല്ല, ഒരു ക്രാഷ് ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു അത് കുഴപ്പമില്ല, ബീറ്റ വെർഷൻ ഇറക്കിയിട്ട് ഫിക്സ് ആക്കിയിട്ട് വേറെ ഫയൽ തന്നാൽ മതിയെന്ന്. പക്ഷേ നമുക്ക് ബീറ്റ വെർഷൻ ഇറക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതെന്തായാലും ഫിക്സ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ക്രാഷ് ഇഷ്യൂ വരുന്നത് ജസ്റ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ CNC എക്സാമിൻ്റെ V1ൻ്റെ APK തരാനായിട്ടാണ്. APK മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഫയൽ തരുന്നില്ല. ഫയൽ അടുത്ത വീഡിയോയിലാണ് തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു APK നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് ഞാൻ വീഡിയോയുടെ താഴെയായിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് തന്നെ KPRP എന്ന് പറയുന്നൊരു സെർവർ ഉണ്ട്. അപ്പോൾ KPRP കളിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ KPRP എന്ന് പറഞ്ഞൊരു സെർവർ ഉണ്ട്. അപ്പോൾ അത് കളിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അറ്റ് എ ടൈമിൽ ഒരു 60+ പ്ലേയേഴ്സ് ഇപ്പോൾ മിക്ക ടൈമിൽ ഞാൻ കാണാറുണ്ട്. മാക്സിമം ഒരു 100 അടുപ്പിച്ച് 95 വരെയൊക്കെ കയറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു 50 ഗ്യാങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാക്ഷൻസും എല്ലാം നല്ല രീതിക്ക് ഞാൻ ആക്റ്റീവാണ്. മിക്ക ടൈമുകളിലും 40+ പ്ലേയേഴ്സ് ഷുവറാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫയൽ തരുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫയലിൻ്റെ ഗ്രാഫിക്സാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോർഡ് പാക്കൊക്കെ ഇൻബിൽട്ടായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയലിട്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് CNC എക്സാം കളിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു APK ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് APK ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ ഞാൻ തന്നേക്കുന്ന ലിങ്കിൽ കൂടെ APK ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം Z റിസീവർ എടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സിപ്പ് ഫയലായിട്ടായിരിക്കും കിട്ടുക. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് അടിക്കുക. എക്സ്ട്രാക്റ്റ് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ റീപ്ലേസ് കൊടുക്കും. നിങ്ങൾക്ക് റീപ്ലേസ് കൊടുക്കേണ്ടി വരത്തില്ല. ജസ്റ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ പാസ്വേഡ് വയ്ക്കും. ഞാൻ വീഡിയോയുടെ അടിയിലായിട്ട് കുറേ പാസ്വേഡ് കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കാണുന്നവർക്ക് മാത്രമേ പാസ്വേഡ് ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ. ആ പാസ്വേഡ് അടിച്ച് ഒന്ന് എക്സ്ട്രാക്റ്റ് അടിക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ അടിക്കുക. ഇൻസ്റ്റാൾ അടിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗൂഗിൾ പേയുടെ പ്രൊട്ടക്ഷൻ്റെ ഒരു ഇഷ്യൂ വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാൾ ആവും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ ഇതിനു മുമ്പ് അതിനകത്ത് സാമ്പിൾ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കാം. മേ ബി അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കാം. പിന്നെ പ്ലേ പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഗൂഗിളിൻ്റെ സെറ്റിങ്സിൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലേ പ്രൊട്ടക്ഷൻ. അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി. 2 ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മുടെ സാമിൻ്റെ APK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് ലോഡായിട്ട് വരുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്കത് പ്ലേ ബട്ടൺ, ഹോം ബട്ടൺ, സെറ്റിങ്സൊക്കെ കാണാനായിട്ട് പറ്റും. നടുക്ക് വയ്ക്കിയ പ്ലേ ബട്ടൺ കാണും. ഓക്കെ, അതാണ് നമ്മുടെ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ആഡ് സെർവർ ഉണ്ട്. അതിനകത്ത് KPRP സെർവർ ആഡ് ചെയ്യാൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് സെർവറിൻ്റെ IPയും യൂസ് ചെയ്യാം. അതായത് നമ്പറായിട്ടുള്ള IP, ലെറ്റർ വരുന്ന IP യൂസ് ചെയ്യാൻ പറ്റും. 2 യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ നമ്പർ വരുന്ന IP കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് കണക്ക് നോക്കി അങ്ങ് അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KPRP രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്ക് സെറ്റിങ്സ് നോക്കാം. സെറ്റിങ്സിനകത്ത് ആദ്യത്തെ കസ്റ്റം കീബോർഡ്, രണ്ടാമത്തെ CNC സ്പീഡ് ബൂസ്റ്റ്. ഇൻ കേസ് നമുക്ക് കയറുന്ന ടൈമിൽ എന്തെങ്കിലും ഇഷ്യൂ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സ്പീഡ് ബൂസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുക. പിന്നെ മൂന്നാമത് വരുന്നതാണ് ഈ ഒരു വോയിസ് ചാറ്റിൻ്റെത്. അപ്പം ആ ഒരു ബട്ടൺ ഓണാക്കി നമുക്ക് വോയിസ് ചാറ്റിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളത് ഓണാക്കിയിട്ട് യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയണം കേട്ടോ, ഈ ഒരു വോയിസ് ചാറ്റ് വർക്കിംഗ് ആണോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വർക്കിംഗ് ആണോ അല്ലേ എന്ന് കമൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങളെയാണ്. അപ്പോൾ അത് കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ താഴെയായിട്ട് ഷോ FPS കാണിക്കുക. അത് നമ്മുടെ സ്ക്രീനിൽ FPS കാണിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് എത്ര FPS നമ്മൾ കളിക്കുന്നതെന്ന് അറിയാനായിട്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ചാറ്റിൻ്റെ ടൈം കാണാനായിട്ട് പറ്റും. അതിൻ്റെ താഴെ ഡിലീറ്റ് ഓൾ ഫയലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓണും ഓഫൊന്നും ആക്കരുത്. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും, ഗ്രാഫിക്സ് മോഡ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്സിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മോഡൊക്കെ യൂസ് ചെയ്യുമ്പം ഓൺ ഓഫ് ആക്കാനായിട്ട് ഗ്രാഫിക്സ് മോഡ് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ചാറ്റിൻ്റെ സൈസും അതൊക്കെ കുറയ്ക്കുന്നതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ജോഗർ അടിച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ നമുക്കിതാ ഇങ്ങനെ ലോഗിനായിട്ട് കയറാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഗണ്ണിൻ്റെ ഐക്കൺ, അതുപോലെ തന്നെ കൺട്രോളിൻ്റെയൊക്കെ ഐക്കണിന് മാറ്റമുണ്ട്. ഇനി എനിക്കിതിനകത്ത് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മാപ്പ് നമ്മുടെ നമ്പർ വരുന്ന മാപ്പ്, അതായത് കുറച്ച് HD ആയിട്ടുള്ള മാപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് ഒരു കിടിലൻ മാപ്പ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് ഫയൽ നിങ്ങൾക്ക് തരാത്തത്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഫയലിനകത്ത് ഇനി മാപ്പ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക്സൊക്കെ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഗ്രാഫിക്സൊക്കെ വരുന്നത്. ആ കൺട്രോൾ നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണ്ണ് ഒക്കെ സ്കിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഞാൻ ഇവിടെ ഒരു 5-6 വണ്ടി ഇവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട് ക്രാഷ് ഇഷ്യൂ കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഇത്രയും മോഡൽ വണ്ടി ഞാൻ സ്പോൺ ചെയ്തിട്ടിട്ടും സ്മൂത്തായിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ FPS കുറയുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ ക്രാഷോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല, എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് വരുന്നുണ്ടോയെന്നൊക്കെ നിങ്ങളാണ് കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കാം അതൊക്കെ. അങ്ങനെ വല്ലതും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല, ഗ്രാഫിക്സൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഈ മോഡെല്ലാം ഇൻബിൽട്ടാണ്. അപ്പോൾ ആ ഫയലൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതിന് വീഡിയോയ്ക്ക് നല്ല ലെന്ത് ആവും. അതുകൊണ്ടാണ് സിമ്പിൾ സെറ്റപ്പാണ്, പക്ഷേ കുറച്ച് ലെന്ത് കൂടുതലായതുകൊണ്ട് മാത്രമാണ്
ഞാൻ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു ഫയൽ തരാത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാമ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ KPRPയുടെ DCയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്തത് ഡൗൺലോഡ് ചെയ്യാനും കയറാനായിട്ട് ജോയിൻ ചെയ്യാനും പറ്റും. പിന്നെ സാമിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് തൊട്ട് എങ്ങനെ നമുക്കൊരു ബിഗിനറിന് കളിക്കാനുള്ള ട്യൂട്ടോറിയലെല്ലാം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യം, നമ്മുടെ വീഡിയോ കാണുന്ന 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഇറക്കത്തുള്ളൂ ചേട്ടാ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സും ഫയലൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ തന്നേക്കുന്നത്, ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ കൂടെ APK ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. ജസ്റ്റ് അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. എന്നിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ ഒരു ആഡ് പോവും. എന്നിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ വീണ്ടും ഇതേ കണക്കത്തെ ഒരു പേജ് വരും. അപ്പോൾ ഈ ഒരു ക്ലിക്ക് ആഡ്സ് അതൊന്ന് പോകുന്ന നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് പോയി കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അത് പോകുന്ന നേരം ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കണ്ടിന്യൂ അടിക്കുമ്പോൾ മൂന്നാമത്തെ പേജ് വരും. ഇവിടെ ഒരു ടൈമർ കാണും. ആ ടൈമർ റണ്ണായി തീരുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഫൈനൽ പേജിലോട്ട് എത്തും. അവിടെ ഗെറ്റ് ലിങ്ക് എന്ന് അടിക്കുക. ഗെറ്റ് ലിങ്ക് എന്ന് അടിക്കുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സ്ഥലത്തെത്തും. അവിടെ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പം ബ്രൗസർ ഒന്ന് ചെക്ക് ചെയ്യും. ജനറേറ്റ് ലിങ്ക് അടിക്കുക. ലിങ്ക് ജനറേറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡിന് കൊടുക്കുക. ഇത്രയും.